ഹലോ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ. ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഗുരുവായൂരിലെത്തി. എന്തിനാണ് വന്നിരിക്കുന്നതെന്നല്ലേ, ഞങ്ങളൊരു കല്യാണം കൂടെ. വാടാ ഇതൊന്ന് പറയട്ടെ, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു കല്യാണം കൂടെ. ഫോണെടുത്ത് അപ്പ് തുടങ്ങിക്കോളുക. നമ്മളൊരു ഒരാളുണ്ടല്ലേ, മറന്നടാ. നമ്മൾ വന്നിരിക്കുന്നത് കല്യാണം കൂടെ ഗുരുവായൂർ. ആരുടെ കല്യാണം? നമ്മുടെ ഒരു ഫ്രണ്ടായ നമ്മുടെ വൈശാഖിന്റെ കല്യാണം കൂടെ. ആഡംബരമായിട്ടൊന്നുമല്ല, നമ്മൾ ലേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പം കല്യാണം കൂടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളല്ല, ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കല്യാണ വിശേഷങ്ങളിലേക്ക് കടക്കാം. ക്യാമറമാൻ അബിയോടൊപ്പം വിശാഖ് പോവുക. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ചായ കുടിക്കട്ടെ പോയിട്ട്. ഓക്കെ, ചായ കുടിക്കട്ടെ. ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഒരു ചായയും ഉഴുന്നുവടയും. ക്ലോസ് എടുക്കാണ്. ചായ പാല് വന്നിട്ട് പാല് കുടിക്കട്ടെ. ഓക്കെ ഗൂയിസ്, ഞങ്ങളങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ പോകാണ്ടോ. കുളം കണ്ടോ? എന്താണ് പിന്നിൽ എന്നിട്ട് പറഞ്ഞാലേ, ഇവിടെ പിന്നിലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. കുളിക്കണം. ഗൈസ്, ഞങ്ങൾ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. മറ്റൊരതാ പോണു ഫ്രണ്ട്, അതാ പോണു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിട്ടോ. അവിടെയൊക്കെ ഫുള്ള് തിരക്കാട്ടോ, കുറേ വന്നിട്ട് ഇവിടേക്ക്. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെയല്ലേ, എന്നാ അങ്ങനെയട്ടെ. ഞാനങ്ങനെ ഗുരുവായൂർ ഏതാ നാടാ ഗുരുവായൂര് ഏത് നടേ പറ? നടേ തെക്കേ നടേ ഏതോ നട എന്താണെങ്കിലും ഗൈസ് അറിയുന്ന ഒരു കമന്റ് ചെയ്യും. അതെ, ഞങ്ങൾ കല്യാണം കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആ ടീം വരണുള്ളൂ, ചെക്കന്മാര് വരണുള്ളൂ, ചെക്കന്മാര് വരണുള്ളൂ, എല്ലാരും വരണുള്ളൂ. ഇതാ കണ്ടോ ഗൈസ്. ആരോടെ സെൽഫി എടുക്കാൻ പോണേ? ഇവരെ കണ്ണിക്കണ്ടവരോടെ ഗുരുവായൂർ വന്നിട്ട് കണ്ണിക്കണ്ടവരോടെ സെൽഫി എടുക്കാൻ പോകണമെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടോ കൈസ്, എങ്ങനെ അടിപൊളിയല്ലേ? എൻ്റെ ഒരു വട്ടം ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോഴേ മലയ്ക്ക് മുമ്പേ അതേമാതിരി വീഡിയോ എടുത്ത് ഇതുവരെ വന്നു. ഇനി മറ്റപ്പുറത്ത് പോലീസ് പിടിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നോട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാനത് അന്നും ഡിലീറ്റ് ചെയ്തിറങ്ങുക. എന്നിട്ട് അത് റിക്കവർ ചെയ്തു. ഞാൻ പറ്റിച്ചു, അവളെ അവരെ കവളിപ്പിച്ചു. ഒരു കപ്പലിന്റെ കല്യാണം അവിടെ നടക്കുന്നു, ഒരു ടീമിന്റെ കല്യാണം നടക്കുന്നു. ഞങ്ങളിവിടെ കല്യാണം നടക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അല്ലേ, എങ്ങനെയുണ്ട് ബസ്സിൽ വന്ന എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ബസ്? ഒരു സുഖമായിട്ടാണ്. നമ്മള് കാറിലാണ് വന്നത്. പിന്നെ അതൊക്കെ പിന്നെ കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചേ കല്യാണം. ഇതാണ് കല്യാണ ചെക്കൻ്റെ മുഖത്ത് ടെൻഷൻ കാണുന്നുണ്ടോ? ചെറുങ്ങനെ അവിടെ ഒരു കല്യാണം നടക്കണം. കല്യാണ ചെക്കൻ കാര്യത്തിലേക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. കല്യാണം കഴിഞ്ഞു. നല്ല അഭിപ്രായം, വളരെ നല്ലൊരു കല്യാണം. അതെ, വളരെ നല്ലൊരു കല്യാണമായിരുന്നു. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. വിശാഖിന്റെ മുഖത്താണ് കുരു. മറ്റേ മെലാഗേര വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മുടെ ക്യാമറമാനോടെ കാണുന്നില്ല. എവിടെ? അതാ നിൽക്കുന്നു നമ്മുടെ തിരക്കിലാണ്. കല്യാണം നമ്മൾ പൊളിച്ചു. പൈസ ഒക്കെ കൊടുക്കണ്ടല്ലോ അവിടെ. പൈസ നമുക്ക് പൈസ കിട്ടണം. ദക്ഷിണ 500 രൂപയ്ക്ക് ദക്ഷിണ കൂടുതലല്ലേ?
അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അങ്ങനെ വീട്ടിൽ പോവാം. ഓക്കെ ഗൈസ്, ഈ ആരുടെ മെയിൻ കളിക്കണ്? അപ്പം മെയിൻ കളിക്കണ് ഗൈസ്. നമ്മളെ സെക്കൻഡ് മണ്ണും വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവല്ലേ? അതെ, അങ്ങോട്ട് പോവല്ലേ? ഓക്കെ ഗൈസ്, കാണാം. ഇവൻ പ്രസംഗം കേക്ക് ഉണ്ടാവില്ല. ഞാൻ എന്നാ എൻ്റെ കല്യാണം എന്നാ ചോദിച്ചു. അതെ, ഈ എന്താ കഴിഞ്ഞേക്കണേ? അപ്പൊ തിരിഞ്ഞിക്കുമ്പോ ഇങ്ങോട്ട് ക്യാമറ പഠിപ്പിക്കണോടെ. അപ്പൊ കിട്ടി. ഒന്ന് സക്സസ് ആയിട്ട് വേണം പിന്നെ ഒരു കുട്ടീനെ സെറ്റ് ആക്കാൻ. ഞങ്ങളുടെ പ്ലാൻ അതാണ്, ചെക്കന്മാരുടെ പ്ലാൻ, എല്ലാവരും പ്ലാൻ അതാണ്. എനിക്ക് വീഡിയോ എടുക്കണം. എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞത് എന്തും പറയും. എന്താ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഈ കുളിസി എടുക്കണേ നീലക്കുയിലോ? ഇതെന്താ നീലക്കുയിലോ? സോറി ഗൈസ്, ഇങ്ങനെ ഈ അവിടെ ഒരു പുണ്യ പരിസരത്താണ് എൻ്റെ ഇങ്ങനത്തെ വിളയാട്ടം. അതാ കഴിച്ച് നമ്മളെ ക്യാമറ ഇവിടെ കല്യാണം കഴിഞ്ഞു. ഇവിടെ മറ്റേ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നുണ്ട്. ഞാൻ പറയണത് കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നുണ്ട്. ഇവിടെ കുറേ സുന്ദരി കുട്ടികളുണ്ടല്ലോ. ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടക്കുന്നത്. അരങ്ങേറ്റം വന്നിട്ടല്ലേ? അരങ്ങേറ്റം മാവും ആവണം. ആളുകൾ വളരെ കുറവാണ് കാണാനിരിക്കുന്ന ആളുകൾ. അരങ്ങേറ്റാണ് ഈ നേരത്തെ വെച്ചിട്ടാണ്. കുറച്ചുകൂടി രാത്രിയൊക്കെ വെച്ചിട്ട് അല്ലേ? കൊറോണ കേട്ടുണ്ടാവുമ്പോഴേ അത് ശരിയാട്ടോ. ഒരു വൈഡല്ലേ? അതെ അതെ അതെ. ഇങ്ങനെ അങ്ങനെ പോകാം. നമ്മൾ ഗുരുവായൂർ വന്നപ്പോൾ എത്ര കപ്പളാന്നറിയോ? ഒരു ദിവസം കല്യാണം സ്റ്റാമ്പാല ആളുണ്ട്. ആളിന് വന്നിട്ടുണ്ട്. തള്ളിത്തിരക്കിട്ട് ഇങ്ങനെ തള്ളിത്തിരക്കി ഓക്കെ, ഞാൻ തുടക്കട്ടെ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരൊന്നും കാണില്ല. ഞങ്ങൾ നാലാളും ഒറ്റയ്ക്കായി. ഞങ്ങൾ ഒറ്റയ്ക്കായി അല്ല ഞങ്ങൾ 4 പേരും തനിച്ചായി. വേറെ വിട്ടു. ഞങ്ങളെ കൂട്ടം തെറ്റി. ഞങ്ങളെ ടീംമേറ്റ്സിനെ കാണാനല്ല. ഫ്രണ്ടിലുണ്ട് എന്നാ തോന്നണേ. ഫ്രണ്ടിലുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പോയി നോക്കാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് പോകണ്ടില്ലേ? ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇല്ലാണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലേ ആകെ കല്യാണത്തിന് തന്നെ ഫുഡ് കഴിക്കാനാണ്. എന്ത് ചെയ്യണേ? ആകെ ഫുഡ് കഴിക്കാനാണ് ഇപ്പൊ ഇവിടെ വന്നത്. ഞങ്ങൾ സദ്യ എവിടെയെന്ന് നോക്കട്ടെ, എന്നിട്ട് വരാം. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ 2 കിളികളിരുന്ന് ശരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കല്യാണ ചിക്കൻ ഓൾ ഇൻ വൺ ആണ്. നമ്മളെ കല്യാണ ചിക്കൻ പൊരിഞ്ഞ് വെക്കണുണ്ടോ? ഫുഡ് കഴിക്കാനുള്ള തന്ത്രപ്പാടാണ്. ഇല വന്നു. എല്ലാവർക്കും ഇല വന്നു. അബിയ ഇല വന്നു. ഇങ്ങനത്തെ ഓരോ ഈ എന്നെ ഇരിക്കണേ. ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എല്ലാം വന്നു കണ്ടോ? ഗൈസ്, ഫുഡ് നമ്മളെ ഫുള്ള് വന്ന് കംപ്ലീറ്റ് ആയി. സാമ്പാർ ഞാൻ പാലക്കാടാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ പരിപ്പ് സ്റ്റൈല്. പരിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. പരിപ്പാണ്. നമുക്ക് പരിപ്പ് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. പരിപ്പ് ഇങ്ങനെ ഉഴയ്ക്കുക. ഓട്ടോ ഇനി എന്താ എടുക്കുക? ഇനി എന്തേലും ഒരു പപ്പടപ്പൊട്ട് എടുക്കാം. പിന്നെന്താ? ഒരു ഉണർവ് വന്നു. കണ്ണിനൊരു ഉണർവ്. അവിടെ സാമ്പാർ എങ്ങനെയുണ്ട്? അപ്പോൾ പൊളി. എന്തായാലും ഞാൻ പൊളിച്ചെടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഇത് കഴിയട്ടെ. മിഷൻ കംപ്ലീറ്റഡ്. എങ്ങനെയുണ്ട്? അപ്പോൾ എങ്ങനെയുണ്ട്?
അടിപൊളി ഗൈസ്. ഞങ്ങളങ്ങനെ എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് അല്ല, ഒരു റീൽ എടുത്തു, ചെറിയ റീൽ. അതിന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഡു സപ്പോർട്ട്. ഇതാ ക്യാമറമാൻ, ലൊക്കേഷൻ, പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന സഹധർമ്മിണി എന്നൊക്കെ പറയുന്നത് മറ്റേ ഫ്രണ്ട്സ്. ഇതാ ഗൈസ് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ കാണാത്തവർക്കുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരത്തെ കല്യാണം വിശേഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ നാട്ടിൽ അവിടെ നമ്മുടെ വണ്ടി അവിടെ അവിടെ ഇങ്ങനെ അല്ലടാ, നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറില്ലേ? അതല്ലേ ബെറ്റർ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറല്ലേ, അതേ എളുപ്പം. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. ഈ ബാക്കി പരിപാടികൾ നോക്കട്ടെ.